ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് നടി ആശ ശരത്. അവരുടെ സന്തുഷ്ട കുടുംബവും അങ്ങനെ തന്നെ. ഭാര്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറകായി കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവും, അമ്മയുടെ കൂടെ നിൽക്കാൻ പ്രാപ്തരായ 2 മക്കളും. മൂത്ത മകൾ ഉത്തരയുടെ വിവാഹശേഷം രണ്ടാമത്തെ മകൾ കീർത്തനയുടെ വിവാഹ നിശ്ചയവും നടന്നു. ആട്ടവും പാട്ടും ചേർന്ന മേളതാളങ്ങളോടെയാണ് 2 മക്കളുടെയും ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ ആശ കൊണ്ടാടിയത്. ആ സന്തോഷങ്ങൾക്ക് പിന്നിൽ ആശ വർഷങ്ങളായി ഒളിപ്പിച്ച വേദനകളുണ്ട്. തൻ്റെ 2 സഹോദരന്മാരെയും നഷ്ടപ്പെട്ട ഒരു അനുജത്തിയുടെ വിങ്ങൽ. മൂത്ത സഹോദരൻ വേണുവിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലായിരുന്നു. ആശയുടെ വിവാഹവും അതിനോട് ചേർന്ന് തന്നെയാണ് നടന്നത്. ഐ ആം വിത്ത് ധന്യവർമ്മ എന്ന പരിപാടിയിൽ ആശ അതേക്കുറിച്ച് മനസ്സു തുറക്കുന്നു. ഞാൻ വിവാഹിതയാകുന്നതിന് മുൻപേ ചേട്ടൻ വിവാഹം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അനിയത്തിക്കുട്ടിയുടെ സ്ഥാനത്തു നിന്നും തിളങ്ങാൻ വിവാഹം കഴിഞ്ഞു പോയാൽ പറ്റില്ലെന്ന ചിന്തയായിരുന്നു എന്ന് ആശ. അതിനാൽ ജ്യേഷ്ഠൻ്റെയും അനുജത്തിയുടെയും വിവാഹങ്ങൾ 3 ദിവസത്തെ ഇടവേളകളിൽ സംഭവിച്ചു. ജ്യേഷ്ഠൻ്റെ വിവാഹം സെപ്റ്റംബർ 7-നും ആശയുടേത് സെപ്റ്റംബർ 11-നും നടത്തി. അത് കഴിഞ്ഞ് 1 മാസം കൂടിയേ ചേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ. ആ നഷ്ടം ഉൾക്കൊള്ളാൻ അന്നും ഇന്നും പ്രയാസം തന്നെ. അന്ന് അത്രയും കൈകാര്യം ചെയ്യാനുള്ള പക്വത ഇല്ലായിരുന്നു. 2 കല്യാണങ്ങൾ കഴിഞ്ഞ വീട്ടിൽ പന്തൽ പോലും പൂർണ്ണമായും മാറ്റിയിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷക്കാലം ദുബായിൽ പോകാതെ ആശ അച്ഛനമ്മമാരുടെ ഒപ്പം നിന്നു. ഭർത്താവ് ശരത് ആശയെ നിർബന്ധിച്ചതുമില്ല. നൃത്ത അധ്യാപികയായ അമ്മ ക്ലാസ് എടുക്കുന്നത് പോലും നിർത്തി. മകൾ ഭർത്താവുമൊത്ത് ദുബായിൽ പോകണമെന്ന് അമ്മ ആശയെ നിർബന്ധിച്ചു. ആശയുടെ ഉപദേശത്തിൽ അമ്മ പതിയെ പതിയെ നൃത്തത്തിലേക്ക് മടങ്ങി. 30 വർഷമായിട്ടും ആശയുടെ മനസ്സിൽ ഇനിയും മങ്ങാതെ കിടക്കുന്ന നോവാണ് ആ ഓർമ്മകൾ. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അതത്ര എളുപ്പമല്ല. ഞാനും ചേട്ടൻ്റെ ഭാര്യയും ഒരേ പ്രായമായിരുന്നു. എന്നാലും ഏട്ടത്തിയമ്മ എന്ന് വിളിക്കണമെന്ന് ചേട്ടന് നിർബന്ധമായിരുന്നു. വളരെ നല്ല വ്യക്തിയാണവർ. എന്നെ മോളു എന്നാണ് വിളിച്ചിരുന്നത്. അച്ഛൻ്റെ സ്ഥാനമായിരുന്നു. വീട്ടിലെ ഓമനപ്പേര് മോളു എന്ന് കരുതി ഭർത്താവ് ശരത്തും ആശയെ ആ പേര് വിളിക്കാൻ തുടങ്ങി. ചേട്ടൻ വളരെ പോസിറ്റിവിറ്റിയും കരുണയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കേവലം 29 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ എന്നു കരുതാൻ കഴിയില്ല. ആ പ്രായത്തിൽ ഇത്രയും പക്വത അദ്ദേഹത്തിന് എവിടെ നിന്ന് വന്നു എന്ന് അമ്മയോട് ആശ ചോദിച്ചിരുന്നു. ഇന്നത്തെ തലമുറയിൽ അതേ പ്രായക്കാർക്ക് ഇത്രയും പക്വത കാണുന്നുമില്ല. ചേട്ടൻ മസ്കറ്റിൽ പോയി വന്നയാളാണ്. അക്കാലങ്ങളിൽ അവിടെ കലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ ജ്യേഷ്ഠനെ എല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെടണമായിരുന്നു. അക്കാരണത്താൽ തന്നെ അനുജത്തി അവിടേക്ക് പോകും മുൻപേ ചേട്ടൻ എല്ലാം കണ്ടു മനസ്സിലാക്കി. ശേഷം ശരത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയി. തനിക്ക് വേണ്ടിയാണ് അവർ 2 പേരും ദുബായിൽ പോയതെന്ന് ആശ പറഞ്ഞു. ചേട്ടൻ്റേത് പ്രണയവിവാഹമായിരുന്നു. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു പ്രണയം. വിവാഹത്തിന് മുൻപേ ഏട്ടത്തിയമ്മയെ മോളു എന്ന് വിളിച്ചോട്ടെ എന്ന് ആശയുടെ അനുവാദം തേടിയിരുന്നു. നിന്നോട് ഒരു കാര്യം ചോദിച്ചാൽ വിഷമമാകുമോ എന്ന മുഖവരിയോടെ കൂടിയാണ് അദ്ദേഹം ആ ചോദ്യം എടുത്തിട്ടത്. വേറെ അനിയത്തിമാരെ മോളു എന്ന് വിളിക്കാൻ പാടില്ല, ഏട്ടത്തിയമ്മയെ വിളിച്ചോളൂ എന്നായിരുന്നു ആശയുടെ പ്രതികരണം. ഇനി ബാൾട്ടൻ എന്നു പേരുള്ള ഒരു സഹോദരൻ കൂടി ആശയ്ക്കുണ്ടായിരുന്നു. ബാലേട്ടനാണ് ബാൾട്ടൻ ആയി മാറിയത്. തന്നെക്കാൾ 1 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്ന് ആ 2 സഹോദരന്മാരും കൂടെയില്ലാതെയുള്ള ജീവിതമാണ് ആശയുടേത്. 7 വർഷങ്ങൾക്ക് മുന്നേ രണ്ടാമത്തെ ചേട്ടനും ഓർമ്മയായി. അച്ഛനും അമ്മയും തളർന്നു പോകാതിരിക്കാൻ ധൈര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയേ സാധിക്കുമായിരുന്നുള്ളൂ ആശയ്ക്ക്. ആ 2 പേരും പോയി എന്ന് കരുതിയാൽ ജീവിക്കാൻ കഴിയില്ലെന്ന് ആശ. അച്ഛനും അമ്മയും 3 മക്കളും ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ആശയുടെ കൂടെ അമ്മ മാത്രം ബാക്കി.